നമസ്കാരം. PSC എക്സാം വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1968. 1968 ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വിവിധ കമ്മീഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ ഒക്കെ കണ്ടു. കോത്താരി കമ്മീഷൻ്റെ ഇയർ ഏതാണ്? 1964 ആണ്. 64 കോത്താരി കമ്മീഷൻ ശേഷമാണ് 68 ഇങ്ങനെ ഒരു ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുള്ളത്. സോ ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അനൗൺസ്ഡ് ഫസ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം, ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ആദ്യമായിട്ട് വരുന്നതാണ് 1968. ഇന്ദിരാഗാന്ധിയാണ് ആ ഫസ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനൗൺസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ കോത്താരി കമ്മീഷൻസ് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ കോത്താരി കമ്മീഷൻ കുറേ റെക്കമെൻഡേഷൻസ് വെച്ചു അല്ലേ? അവർ എല്ലാ തലത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലത്തിലെയും സ്റ്റഡി ചെയ്ത് അവർ കൊടുത്ത റെക്കമെൻഡേഷൻസ് വെച്ചിട്ട് ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ്. അപ്പോൾ ഈ പോളിസിയിൽ പറയുന്ന പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് നമുക്ക് നോക്കേണ്ടതുണ്ട്. സോ ഈ ഒരു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഇതൊരു നാഷണൽ സ്കൂൾ സിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഒരു നാഷണൽ സ്കൂൾ സിസ്റ്റം, അതായത് ഇതിനകത്ത് ഓൾ സ്റ്റുഡൻസ് റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് സെക്സ് വുഡ് ഹാവ് ആക്സസ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസി മെയിൻലി ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം. ഇതൊരു നാഷണൽ സ്കൂൾ പ്രോഗ്രാമാണ്, അതായത് ഓൾ ഇന്ത്യ തലത്തിൽ. അതായത് അവിടെ കാസ്റ്റ്, ക്രീഡ്, സെക്സ് അങ്ങനെ ഒന്നും ഒരു ഭേദവും ഇല്ലാണ്ട് റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് സെക്സ് ഓൾ സ്റ്റുഡൻസ് ഷുഡ് ഹാവ് ആക്സസ് ടു എഡ്യൂക്കേഷൻ. ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസം നേടണം. റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് സെക്സ് ഓൾ സ്റ്റുഡൻസ് ഷുഡ് ഹാവ് ആക്സസ് ടു എഡ്യൂക്കേഷൻ. ദാറ്റ് ഈസ് എ നാഷണൽ സ്കൂൾ സിസ്റ്റം. അതാണ് ഈ ഒരു NEP 1968 പറയുന്നത്. ഇനി ഇതിന്റെ റെക്കമെൻഡേഷൻസ്, മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു 14 ഇയേഴ്സ്. നമുക്കറിയാം നമ്മുടെ മൗലികാവകാശങ്ങളിൽ 86 അമെൻമെൻറ്റ് വഴി വന്നു. ആർട്ടിക്കിൾ 21A എന്താ പറയുന്നത്? എല്ലാ കുട്ടികൾക്കും 14 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. suitable programs were developed to ensure every child should successfully complete the course. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ പറയുന്നത് suitable programs were developed to ensure every child should successfully complete the course. അവരുടെ കോഴ്സ് സക്സസ്ഫുള്ളി അവർ കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിൽ എല്ലാ തരത്തിലുമുള്ള എല്ലാ കുട്ടികൾക്കും കമ്പൽസറി ആയിട്ട് എല്ലാ കുട്ടികൾക്കും 14 വയസ്സ് താഴെ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ സ്യൂട്ടബിൾ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യണം. അപ്പം ആ രീതിയിൽ കുട്ടികൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കൊണ്ട് ചേർത്തു, പക്ഷെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ? ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പറയണത്, ഈ ഒരു പോളിസി പറയണത് സ്യൂട്ടബിൾ പ്രോഗ്രാംസ് വരെ ഡെവലപ്ഡ്, അതനുസരിച്ചുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് എൻഷുർ ചെയ്യണം എല്ലാ കുട്ടികളും സക്സസ്ഫുള്ളി ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് എൻഷുർ ചെയ്യണമെന്ന് ഈ പോളിസിയിൽ പറയുന്നുണ്ട്. സ്റ്റാറ്റസ്, എമോളിമെന്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ടീച്ചേഴ്സ്. ഇതിൽ ടീച്ചേഴ്സിന്റെ സ്റ്റാറ്റസ്, അവരുടെ എമോളിമെന്റ്സ്, എഡ്യൂക്കേഷനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. മോർ എംഫസിസ് വെർ ഗിവൺ ഓൺ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ്. അപ്പോൾ ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണം. ബെറ്റർ എമോളിമെന്റ്സ് ആൻഡ് സർവീസ് കണ്ടീഷൻസ്, അവർക്ക് നല്ല സാലറി കൊടുക്കണം, നല്ല സർവീസ് കണ്ടീഷൻസ് കൊടുക്കണം. ഇറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ആൻഡ് സാറ്റിസ്ഫാക്ടറി. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അവർക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എമോളിമെന്റ്സ് ടീച്ചേഴ്സിന് കൊടുക്കണം. അവർക്ക് ബെറ്റർ സർവീസ് കണ്ടീഷൻസ് അവർക്ക് കൊടുക്കണം. കൂടുതൽ പ്രാധാന്യം അവരുടെ ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങിനും എല്ലാം കൊടുക്കണം എന്ന് ഇവിടെ പറയുന്നു. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജസ്. അടുത്തതാണ് ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജസ്. യൂസ് ഓഫ് റീജിയണൽ ലാംഗ്വേജ് അറ്റ് ദി യൂണിവേഴ്സിറ്റി ലെവൽ ഓൾസോ. ഇവർ പറയുന്നത് യൂണിവേഴ്സിറ്റി തലത്തിലും റീജിയണൽ ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ റീജിയണൽ ലാംഗ്വേജിനെ ഇപ്പോൾ ഒരു പോളിസിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസിയിൽ റീജിയണൽ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി തലത്തിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ 3 ലാംഗ്വേജ് ഫോമുലയാണ്. കോത്താരി കമ്മീഷനിൽ പറഞ്ഞ പോലെ തന്നെ 3 ലാംഗ്വേജ് ഫോമുല, ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് 1 റീജിയണൽ ലാംഗ്വേജ് ആണ് എംഫസൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു പോളിസിയിൽ. ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദി ആൻഡ് സാൻസ്ക്രിത് ഓൾ ഓവർ ഇന്ത്യ ഇൻക്ലൂഡിംഗ് നോൺ ഹിന്ദി സ്റ്റേറ്റ്സ്. ഹിന്ദി സംസാരിക്കാത്ത സ്റ്റേറ്റ്സിലും എന്ത് വേണമെന്ന്? ഹിന്ദിയുടെയും സാൻസ്ക്രിത്തിൻ്റെയും ഡെവലപ്മെന്റ് വേണമെന്ന് ഈ NEP പറയുന്നു. ഈവൻ നോൺ ഹിന്ദി സ്റ്റേറ്റ്സിലാണെങ്കിൽ പോലും ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദി ആൻഡ് സാൻസ്ക്രിത് രണ്ടും വേണമെന്നാണ് ഈ ഒരു NEP പറയുന്നത്. ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് സ്പെഷ്യൽ എംഫസിസ് ഇംഗ്ലീഷിന് കൊടുക്കണം, ബിക്കോസ് ഇറ്റ്സ് എ ഗ്ലോബൽ ലാംഗ്വേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന് സ്പെഷ്യൽ എംഫസിസ് കൊടുക്കണം എന്നും പറയുന്നുണ്ട്. ഓക്കെ,
ഇനി ഇക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, ഇക്വലൈസേഷൻ കൊണ്ടുവരിക, എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ അതിൽ തുല്യത കൊണ്ടുവരിക. തുല്യത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടണം, പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ കിട്ടണം അല്ലേ. സൊസൈറ്റിയിൽ താഴെ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ ബേസിൽ എന്തിൻ്റെയൊക്കെ ബേസിൽ ലോവർ ആണ്, അപ്പർ ആണ്, അല്ലെങ്കിൽ പെൺകുട്ടിയാണ്, ആൺകുട്ടിയാണ്, അല്ലെങ്കിൽ ട്രൈബൽ ആണ്, അങ്ങനെ പലതരത്തിലുള്ള വിവേചനങ്ങൾ നിലനിൽക്കെ ഇവിടെ പറയുന്നു എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിൽ ഇക്വലൈസേഷൻ കൊണ്ടുവരിക. ഇക്വലൈസ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി. റൂറൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയാസിലുള്ള ആളുകൾക്ക് മറ്റ് ഏരിയയിലുള്ള ആളുകളെ പോലെ തന്നെ വിദ്യാഭ്യാസമുള്ള അവസരം ഒരുക്കണം. നാഷണൽ ഇൻ്റഗ്രേഷൻ ഇൻ ദ കോമൺ സ്കൂൾ സിസ്റ്റം. കോമൺ സ്കൂൾ സിസ്റ്റം കൊണ്ടുവരിക. നാഷണൽ ഇൻ്റഗ്രേഷൻ, ദേശത്തിൽ ഒരേപോലെ എല്ലായിടത്തും ഒരേപോലെ ഒരു കോമൺ സ്കൂൾ സിസ്റ്റം കൊണ്ടുവരിക. സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ജനറൽ സ്കൂൾസ്. ജനറൽ സ്കൂൾസിൽ വിദ്യാഭ്യാസത്തിന് സ്റ്റാൻഡേർഡ് നിലവാരം ഉയർത്തണം. എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്, പെൺകുട്ടികളുടെ എഡ്യൂക്കേഷന് മറ്റ് എന്താ പറയുക ആൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബാക്ക്വേർഡ് ക്ലാസ്സസ്, ട്രൈബൽ പീപ്പിൾ, അവർക്കൊക്കെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് കൊടുക്കുക ടു സ്റ്റഡി ഇൻ റെഗുലർ സ്കൂൾസ്. അവർക്കും റെഗുലർ സ്കൂൾസിൽ പഠിക്കാനായിട്ട് പറ്റുന്ന ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഇക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടാലൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. കുട്ടികളുടെ ടാലൻറ്റ് എല്ലാ തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്യണം. ഡൈവേഴ്സ് ഫീൽഡ്സിൽ പലർക്കും പല ഫീൽഡിലായിരിക്കും ടാലൻറ്റ് ഉണ്ടാവുക. സോ ഐഡൻറ്റിഫൈ ദ ടാലൻറ്റ് ഇൻ ഡൈവേഴ്സ് ഫീൽഡ്സ് ആസ് ഏർലി ആസ് പോസിബിൾ. ചെറുപ്പത്തിൽ തന്നെ ഏതിലാണോ ഓരോ കുട്ടികളുടെയും ടാലൻറ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് എവറി സ്റ്റിമുലസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഗിവൺ ഫോർ ഇറ്റ്സ് ഫുൾ ഡെവലപ്മെൻറ്റ്. ആ ഒരു ടാലൻറ്റിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഓപ്പർച്യൂണിറ്റി സ്റ്റിമുലസും ഒക്കെ കൊടുക്കുക. അതാണ് ടാലൻറ്റ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടാലൻറ്റ് എന്ന് പറയുന്നത്. ഇനി വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് നാഷണൽ സർവീസ്. വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് നാഷണൽ സർവീസിൽ എന്തൊക്കെയായിരിക്കും പറയുന്നത്? ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹെഡിങ്ങിൽ നിന്ന് തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്നും ഇങ്ങനെ ഓരോ പോയിന്റ് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ പോയിന്റ്സുടെ എല്ലാ പോയിന്റും ബൈഹാർട്ട് ചെയ്തിട്ട് നമുക്ക് കാര്യവുമില്ല. അപ്പം നമുക്ക് എന്താണ് ഒരു പറയണമെന്ന് അറിഞ്ഞാൽ മതി. അപ്പം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടാലൻറ്റ് എന്ന് ഉള്ള ഒരു ഹെഡിങ് പഠിച്ച് നിങ്ങൾക്ക് സ്വയം പറയാൻ പറ്റണമെന്നൊന്നുമില്ല. കുട്ടികളുടെ ടാലൻറ്റ് ഐഡൻറ്റിഫൈ എല്ലാ മേഖലയിലും അതിന് വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് നാഷണൽ സർവീസ് എന്താ പറയുന്നത്? സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി ഷുഡ് ബി ബ്രോഡ് ക്ലോസർ ത്രൂ സ്യൂട്ടബിൾ പ്രോഗ്രാം ഓഫ് മ്യൂച്വൽ സർവീസ് ആൻഡ് സപ്പോർട്ട്. സ്കൂൾസും കമ്മ്യൂണിറ്റീസും ഒരേപോലെ ക്ലോസർ ആക്കുക. അപ്പോൾ സ്യൂട്ടബിൾ പ്രോഗ്രാം, മ്യൂച്വൽ സർവീസും സപ്പോർട്ടിനായിട്ട് സ്യൂട്ടബിൾ പ്രോഗ്രാംസ് കൊണ്ടുവരിക. അതായത് കുറച്ചും കൂടെ നാഷണൽ സർവീസ് ചെയ്യിപ്പിക്കുക കുട്ടികളെ കൊണ്ടിട്ട്. അതായത് വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക. സ്കൂളും അതേപോലെ കമ്മ്യൂണിറ്റി തമ്മിൽ ക്ലോസർ ആക്കുക. ഇപ്പോൾ NSS ഒക്കെ ചെയ്യുന്ന പോലെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതേപോലത്തെ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ സ്കൂളും കമ്മ്യൂണിറ്റിയും കൂടെ കുറച്ചുകൂടെ ഒരുമിച്ച് ക്ലോസർ ആയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് കുട്ടികൾക്ക് മ്യൂച്വൽ സർവീസ് സപ്പോർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ, അതിനുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ദെൻ സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച്. സയൻസ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് എല്ലാ കമ്മീഷനിലും ഓരോ കമ്മീഷനിലും നമ്മൾ അത് പറഞ്ഞപ്പം മനസ്സിലാക്കിയിട്ടുള്ളതാണ് അല്ലേ. സയൻസ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടു ആക്സിലറേറ്റ് ഗ്രോത്ത് ഓഫ് നാഷണൽ എക്കോണമി. നാഷണൽ എക്കോണമിയുടെ ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലേ, ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയുടെ ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഷുഡ് റിസീവ് ഹൈ പ്രയോറിറ്റി. അപ്പോൾ സയൻസ് എഡ്യൂക്കേഷനും റിസർച്ചിനും ഹൈ പ്രയോറിറ്റി കൊടുത്താൽ നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിൽ അത് വളർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളതാണ്. സയൻസ് ആൻഡ് മാത്സ് ഷുഡ് ബി ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഇൻ ദ എൻഡ് ഓഫ് സ്കൂൾ സ്റ്റേജ്. സ്കൂൾ എഡ്യൂക്കേഷൻ്റെ എൻഡിൽ സയൻസും മാത്സും ഒരു ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദർ എഡ്യൂക്കേഷൻ ആക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇത്രയും പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നെന്താ പറഞ്ഞത്? എല്ലാവർക്കും കമ്പൽസറി എഡ്യൂക്കേഷൻ, നിർബന്ധവും കമ്പൽസറിയുമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു 14 years വരെയുള്ള എല്ലാവർക്കും. അപ്പോൾ അതിൽ സ്യൂട്ടബിൾ പ്രോഗ്രാംസ് എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ടീച്ചേഴ്സിൻ്റെ സ്റ്റാറ്റസ്, എമോളിമെൻറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. ടീച്ചേഴ്സിന് നല്ല ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് അവർ ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം, നല്ല എമോളിമെൻറ്റ്സ് കൊടുക്കണം ടീച്ചേഴ്സിന്, അവർക്ക് നല്ല സർവീസ് കണ്ടീഷൻസ് കൊടുക്കണം അല്ലേ. അപ്പോൾ ടീച്ചേഴ്സിന് അവർക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസും എമോളിമെൻറ്റ്സ് എല്ലാം കൊടുക്കണം. തേർഡ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ലാംഗ്വേജിനെ പറ്റി. ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ്. റീജിയണൽ ലാംഗ്വേജ് ആണ് ഇവർ യൂണിവേഴ്സിറ്റി തലത്തിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. ഹിന്ദി അറിയാത്ത സ്ഥലങ്ങളിൽ സ്റ്റേറ്റ്സിലാണെങ്കിലും ഹിന്ദിയും സംസ്കൃതവും അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, സോ അതിൻ്റെ ഇമ്പോർട്ടൻസും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാംഗ്വേജിനെ പറ്റി. ഇനി ഇക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം എല്ലാവർക്കും ഒരേപോലെ എല്ലാ അവസരങ്ങൾ കിട്ടണം എന്നുള്ളതാണ്. സോ റൂറൽ ഏരിയ ആയിക്കോട്ടെ, ബാക്ക്വേർഡ് ഏരിയ ആയിക്കോട്ടെ, ബാക്ക്വേർഡ് ക്ലാസ്, ട്രൈബൽ പീപ്പിൾ, ഗേൾസ്,
അങ്ങനെയുള്ള എല്ലാവർക്കും എന്താണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. കോമൺ സ്കൂൾ സിസ്റ്റത്തിൽ നാഷണൽ ഇൻ്റഗ്രേഷൻ കൊണ്ടുവരണം. പിന്നെ ജനറൽ സ്കൂൾസിലാണെങ്കിലും എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ഉയർത്തുക. ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കും മറ്റു കുട്ടികളെ പോലെ തന്നെ അവർക്ക് പഠിക്കാൻ, അവരുടെ കൂടെ തന്നെ പഠിക്കാനുള്ള ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാംസ് അതൊക്കെ വേണം എന്നുള്ളതാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്കും തുല്യത കൊടുക്കണം എന്നുള്ളത് പറയുന്നു. ഇനി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. വർക്ക് എക്സ്പീരിയൻസ് നാഷണൽ സർവീസ്, സ്റ്റുഡൻസിന് സ്കൂൾസിനും കമ്മ്യൂണിറ്റിനെയും ക്ലോസർ ആക്കുക. മ്യൂച്വൽ സർവീസ് സപ്പോർട്ടിനുള്ള അവസരം ഒരുക്കുക. പിന്നെ സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ്, രാജ്യത്തിൻ്റെ തന്നെ ഒരു വളർച്ചയ്ക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും സയൻസ്. അതേപോലെ തന്നെ സയൻസും മാത്സും എന്താണെങ്കിലും സ്കൂൾ തലത്തിൽ തന്നെ ഇൻറ്റഗ്രൽ പാർട്ടാക്കുക. ഓക്കെ, നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അഗ്രികൾച്ചറിനും ഇൻഡസ്ട്രിക്കും പ്രാധാന്യം കൊടുക്കുക വിദ്യാഭ്യാസം. നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനിലൊക്കെ കണ്ടതാണല്ലോ, മുതലേർ കമ്മീഷനിലൊക്കെ കൃഷിയുടെ ഒരു പ്രാധാന്യം. ഇവിടെ അത് തന്നെയാണ് എംഫസൈസ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് 1 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇൻ എവറി സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റിലും മിനിമം ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെങ്കിലും കൊണ്ടുവരിക. ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റി എങ്കിലും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആക്കുക എല്ലാ സ്റ്റേറ്റിലും. അതേപോലെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കൊണ്ടുവരിക. ലൈക്ക് ഇപ്പം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഫുള്ളി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആക്കുക, അല്ലാത്ത യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ അങ്ങനെ കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും പ്രാക്ടിക്കൽ ട്രെയിനിങ്, ഇൻഡസ്ട്രിയിലെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാക്കുക. നമ്മൾ മുന്നേ കണ്ടതാണല്ലോ അല്ലേ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് ഇൻഡസ്ട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് കിട്ടും. അതൊക്കെ ആകുമ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഷുഡ് ബി റിലേറ്റഡ് ക്ലോസ് ടു ദ ഇൻഡസ്ട്രി. ഇപ്പോൾ ഇൻഡസ്ട്രിയായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷനും റിസർച്ചും ഒക്കെ വരിക. അപ്പോൾ അഗ്രികൾച്ചറിന്, ടെക്നിക്കൽ എഡ്യൂക്കേഷന്, റിസർച്ചിനും ഒക്കെ ഉള്ള പ്രാധാന്യമാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ ഓഫ് ബുക്സ് പ്രൊഡക്ഷനെ പറ്റിയിട്ട് ഇനിയിപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അട്രാക്ട് ബെസ്റ്റ് റൈറ്റിംഗ് ടാലൻറ്റ്. നല്ല റൈറ്റിംഗ് ടാലൻ്റ് ഉള്ള ആളുകളെ അട്രാക്ട് ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള ബുക്സ് ഇറക്കുക എന്നുള്ളതാണ്. മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, നല്ല ക്വാളിറ്റിയുള്ള ബുക്സ് ഇറക്കുക. ഹൈ ക്വാളിറ്റി ബുക്സ് പ്രൊഡക്ഷൻ ആയിരിക്കണം ഫോർ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. സ്കൂൾസിലാണെങ്കിലും യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ബുക്സ് ഇറക്കുക. ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ഷുഡ് ബി അവോയ്ഡഡ്. ഈ ടെക്സ്റ്റ് ബുക്സ് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളത് അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് ഇപ്പോൾ ഒരു സിലബസിൽ ഒരു ടെക്സ്റ്റ് ബുക്സ് ഇറക്കി നല്ല ക്വാളിറ്റിയിൽ ഇറക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉടനെ അത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻറ്റ് ചേഞ്ചസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബുക്സ് ഇറക്കുക. അതുപോലെ ലെസ് പ്രൈസ് ആയിരിക്കണം, കുട്ടികൾക്ക് വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വേണം ബുക്സ് ഇറക്കാനായിട്ട്. ഓട്ടോണോമസ് ബുക്സ് കോർപ്പറേഷൻ, അതായത് ഇപ്പം സ്വതന്ത്രമായിട്ട് ബുക്സ് ഉണ്ടാക്കുന്ന ഓട്ടോണോമസ് ബുക്സ് കോർപ്പറേഷനെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ ഫ്യൂ ബേസിക് ടെക്സ്റ്റ് ബുക്സ് കോമൺ ത്രൂ ഔട്ട് ദ കൺട്രി. പല സ്റ്റേറ്റ്സിലും പല സിലബസിലും പല ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഫ്യൂ ബേസിക് ടെക്സ്റ്റ് ബുക്സ്, കുറച്ച് ബേസിക് ടെക്സ്റ്റ് ബുക്സ് എങ്ങനെ വേണം, കോമൺ ത്രൂ ഔട്ട് ദ കൺട്രി, രാജ്യത്തിനാകമാനം കോമൺ ആയിരിക്കണമെന്ന്. അതുപോലെ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക എന്തിനാണ്, റീജിയണൽ ലാംഗ്വേജസിൽ ബുക്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് സ്കൂൾ ലെവലിലും യൂണിവേഴ്സിറ്റി ലെവലിലും പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ബുക്സ് റീജിയണൽ ലാംഗ്വേജിൽ കൊണ്ടുവരാനായിട്ട് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി എക്സാമിനേഷനെ പറ്റി ഇവർ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഈ ഒരു NEP എക്സാമിനേഷൻ ആക്ച്വലി ഇവാലുവേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കണം. നമ്മുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി കറക്റ്റ് ചെയ്ത് മാർക്കിട്ട ആ രീതിനെ അപ്പുറത്തേക്കൊരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ്സാണ്. ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് റാദർ ദാൻ അറ്റ് സർട്ടിഫൈങ് ദ ക്വാളിറ്റി. കുട്ടികളുടെ ക്വാളിറ്റീനെ ജസ്റ്റ് സർട്ടിഫൈ ചെയ്യേണ്ട, അവരുടെ ഒരു നേട്ടത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരുന്നു എക്സാമിനേഷൻ വരേണ്ടത് അല്ലെ. കുറേ പഠിച്ച് എഴുതി ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല കുട്ടികൾ പഠിക്കുന്നത്, പിന്നെ അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇവാലുവേഷനും പ്രോസസ്സും ആയിരിക്കണം വേണ്ടതെന്നുള്ളതാണ്. ഇമ്പ്രൂവ് ദ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് റാദർ ദാൻ അറ്റ് സർട്ടിഫൈങ് ദ ക്വാളിറ്റി ഓഫ് ദർ പെർഫോമൻസ് അറ്റ് എ ഗിവൺ മൊമെന്റ് ഓഫ് ടൈം. ഒരു എക്സാമിനേഷൻ ടൈമിൽ മാത്രം കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ച് എഴുതി സർട്ടിഫൈ ചെയ്യുന്നതിന് പകരം കണ്ടിന്യൂസ്ലി അവർ ഇവാലുവേറ്റ് ചെയ്യുക, സോ ദാറ്റ് അവരുടെ ആ ഒരു ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റിനെ ആയിട്ട് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുന്ന. ഇനി സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ഇതിൽ പറയുന്നത് ഫെസിലിറ്റീസ് ഫോർ ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. സെക്കൻഡറി തലത്തിൽ എന്ത് കൊടുക്കണം, ടെക്നിക്കൽ എഡ്യൂക്കേഷനും വൊക്കേഷണൽ എഡ്യൂക്കേഷനുള്ള ഫെസിലിറ്റീസ് കൊടുക്കണം. BHSC പോലെയുള്ള ആ ഒരു സംഭവങ്ങളുടെ പ്രാധാന്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ഫോർ ഡെവലപ്പിംഗ് എക്കോണമി ആൻഡ് റിയൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. കുട്ടികൾക്ക് റിയൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും എക്കണോമിയുടെ ഡെവലപ്മെൻറ്റിനും കുട്ടികളെ എന്ത് ചെയ്യണം, സെക്കൻഡറി തലത്തിൽ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കണം, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. ഡൈവേഴ്സിഫൈഡ് ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ടു കവർ എ ലാർജ് നമ്പർ ഓഫ് ഫീൽഡ്സ്. ഇപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് അധികം ഏരിയാസിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ആ ഒരു ഫീൽഡ് ഡൈവേഴ്സിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചറിലാവാം, ഇൻഡസ്ട്രിയിലാവാം, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, മെഡിസിൻ, പബ്ലിക് ഹെൽത്ത്, ഹോം മാനേജ്മെൻറ്റ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, സെക്രട്ടേറിയറ്റ് ട്രെയിനിങ് എക്സെട്ര. ഇങ്ങനെ പല മേഖലയും കവർ ചെയ്യുന്ന രീതിയിൽ ഡൈവേഴ്സിഫൈ ആയിട്ട് ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൂടെ
കുട്ടികളുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ തലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കണം. മറ്റു യൂണിവേഴ്സിറ്റികളിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. അതുപോലെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അത് കുട്ടികൾക്ക് ടെക്നിക്കൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. അതേപോലെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ചും ഒക്കെ റിലേറ്റഡ് ക്ലോസ്ലി ടു ദ ഇൻഡസ്ട്രിയാണ്. ഇനി പ്രൊഡക്ഷൻ ഓഫ് ബുക്സിനെ പറ്റി എന്താ പറയുക? നല്ല ക്വാളിറ്റിയുള്ള ബുക്സ് ഇറക്കുക, നല്ല ടാലൻ്റ് ഉള്ള റൈറ്റേഴ്സിനെ കൊണ്ടുവരിക. ഈ എപ്പോഴെപ്പോഴും ഇത് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് അത് നല്ലതല്ല. പിന്നെ ലെസ് പ്രൈസിൽ അല്ലേ, എപ്പോഴും ചേഞ്ച് ചെയ്യരുത്. ടെക്സ്റ്റ് ബുക്സ് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് അക്സെപ്റ്റബിൾ അല്ല. ലെസ് പ്രൈസിൽ ബുക്സ് ഇറക്കുക. ഓട്ടോണോമസ് ബുക്സ് കോർപ്പറേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ കുറച്ച് ടെക്സ്റ്റ് ബുക്സ് കോമൺ ആയിട്ട് രാജ്യത്തിലാകമാനം കോമൺ ആയിട്ട് കൊണ്ടുവരിക. പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിലാണെങ്കിലും സ്കൂൾ തലത്തിലാണെങ്കിലും കുട്ടികൾക്ക് റീജിയണൽ ലാംഗ്വേജസിൽ ടെക്സ്റ്റ് ബുക്സ് ഇറക്കാനായിട്ട് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്സിനെ പറ്റി പറയുന്നത്. ഇനി എക്സാമിനേഷനെ പറ്റി എന്താണ്? കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആയിരിക്കണം. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആയിരിക്കുമ്പോൾ അവരൊരു ജസ്റ്റ് സർട്ടിഫൈ ചെയ്യുന്നതിന് പകരം അവർക്ക് അവരുടെ ആ ഒരു ത്രൂ ഔട്ട് അവരുടെ അച്ചീവ്മെൻറ്റ് ലെവൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു. സെക്കൻഡറി തലത്തിൽ അവർക്ക് ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക. അപ്പം കുട്ടികളുടെ ആ ഒരു റിയൽ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർക്ക് കിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമി ഡെവലപ്പ് ചെയ്യാനായിട്ട്. അതേപോലെ അവർ ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പല ഫീൽഡിലോട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുക. ലൈക്ക് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, മെഡിസിൻ, പബ്ലിക് ഹെൽത്ത്, പിന്നെ ഹോം മാനേജ്മെൻറ്റ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, സെക്രട്ടേറിയറ്റ് ട്രെയിനിങ് അല്ലെ. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, ഹോം മാനേജ്മെൻറ്റ്, പിന്നെ മെഡിസിൻ, പബ്ലിക് ഹെൽത്ത്, സെക്രട്ടേറിയറ്റ് ട്രെയിനിങ്, ഇങ്ങനെ പല ഏരിയയിലോട്ട് അത് ഡൈവേഴ്സിഫൈ ചെയ്യുക. ഇതൊക്കെയാണ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ പറയുന്നത്. ഈ റെക്കമെൻഡേഷൻസ് കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. കുറച്ചും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരുപാട് കണ്ടന്റ് ആയ പോലെ തോന്നും. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഷോർട്ടാക്കി കൊണ്ടുവരാം. കാരണം നമുക്ക് എല്ലാ കമ്മീഷനും ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഹെഡിങ് മൈൻഡിൽ വരിക. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് എഴുതി പഠിക്കാണ്ട് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട് ഹൈലൈറ്റ് ചെയ്യണം. എന്താ? എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വേണമെന്ന് പറയുന്നുണ്ട്. അല്ലാത്തടത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോയിന്റ്സ് ഉണ്ടല്ലോ, കീ പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് അതൊന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. ശരിക്കും ഇത് മുഴുവൻ നമുക്ക് പഠിക്കാൻ എന്നുള്ള പോസിബിൾ അല്ല. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ഉത്തരവുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി നമുക്ക് അല്ലേ. ഇപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ബുക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ബുക്കിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വേണ്ട. അതേപോലെ തന്നെ നല്ല റൈറ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് ബുക്സ് എഴുതിക്കുക, പ്രൈസ് കുറയ്ക്കുക, ഓട്ടോണോമസ് ആയിട്ടുള്ള ബുക്സ് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ കോമൺ ആയിട്ട് രാജ്യത്തിനാകമാനം ചില ബുക്സ് കോമൺ ആക്കുക. പിന്നെ റീജിയണൽ ലാംഗ്വേജസ് ഇമ്പോർട്ടൻ്റ് ആണ്. റീജിയണൽ ലാംഗ്വേജസിൽ ബുക്സ് ഇറക്കാൻ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക. പിന്നെ എക്സാമിനേഷനെ പറ്റി പറയുമ്പോൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് നല്ലത്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ പറയുമ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യുക, ഫീൽഡ് അവർക്ക് ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുക. ഇത്രയും ഏരിയസിലാണ് പറഞ്ഞു വരുമ്പോൾ വളരെ സിമ്പിളാകും വലിയ കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി റെക്കമെൻഡേഷൻസ് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരുമിച്ച് റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ്സ് ഒക്കെ അറിയിക്കുക. ഓക്കെ, അതേപോലെ BSc എക്സാം ഗൈഡിൻ്റെ ലോങ് ടേം കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു ക്ലാസ് വീണ്ടും കാണാൻ മതിയായിരിക്കും.